ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു സ്റ്റാൻഡ് മിക്സർ വേണമെന്നുള്ളത്. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് അമിയോൺ എന്ന ബ്രാൻഡിൻ്റെ സ്റ്റാൻഡ് മിക്സർ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ കൂടെ പ്രധാനമായിട്ട് 3 അറ്റാച്ച്മെൻറ്റുകളാണ് വരുന്നത്. ക്രീം ബീറ്റ് ചെയ്യാൻ, മാവ് കുഴയ്ക്കാൻ, ബാറ്റർ മിക്സ് ചെയ്യാനും. ഇത് ചപ്പാത്തി മാവ് കുഴയ്ക്കാനുള്ളതാണ്. ഇത് മാവ് മിക്സ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു അറ്റാച്ച്മെൻറ്റാണ് ഞാൻ ക്രീം ബീറ്റ് ചെയ്യാനും ബാറ്റർ മിക്സ് ചെയ്യാനുമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്പീഡ് വരുന്നത് 0 to 6 വരെയാണ്. ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് താഴ്ത്താനും പറ്റും. ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഈ ബൗള് നല്ല കംഫർട്ടബിളാണിത്. നമുക്ക് ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട് ഈ ഹുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ വെച്ച് കൊടുക്കാൻ പറ്റും. ഇത് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് പതിയെ ഇതുപോലെ മുകളിലോട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് തിരിച്ചാൽ മതി. അതവിടെ ലോക്കായിട്ടിരുന്നോളും. ഇനി 1 kg കേക്കിനുള്ളൊരു ബാറ്റർ തയ്യാറാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് മുട്ടയും വാനില എസൻസും പഞ്ചസാരയും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇതുപോലെ ബൗൾ ഒന്ന് വെച്ച് കൊടുക്കാം. സൈഡിലത്തെ ഈ ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഇവിടെ ടൈമർ കാണിക്കും. നമുക്ക് ടൈമൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സെറ്റ് ചെയ്യുന്നില്ല. ഇനി ഇതൊന്ന് ഓൺ ചെയ്യാം. 6ാമത്തെ സ്പീഡിലിട്ടിട്ട് തന്നെയാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 4-5 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് കിട്ടും. 4 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ബാറ്റർ ഏകദേശം നല്ല രീതിയിൽ കിട്ടും. 5 മിനിറ്റിൽ കൂടുതൽ വെച്ചാൽ ബാറ്റർ ചിലപ്പോൾ ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ബീറ്റാവുന്ന നേരം കൊണ്ട് നമുക്ക് മൈദാമാവൊക്കെ ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. ഈ സ്റ്റാൻഡ് മിക്സർ ഞാൻ വാങ്ങിയത് കേക്കിൻ്റെ മെറ്റീരിയൽസൊക്കെ കിട്ടുന്ന ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഏകദേശം ഒരു 3-4 മാസത്തോളമായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെയും ഒരു കുഴപ്പവുമില്ല. നല്ല വർക്കിംഗ് കണ്ടീഷനാണ്. ഒരു 3 കിലോ കേക്ക് വരെ നമുക്കിതിൽ ചെയ്തെടുക്കാൻ പറ്റും. 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബാറ്റർ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വിനാഗിരിയുമാണ് ചേർക്കുന്നത്. ഓയിൽ ചേർത്തിട്ട് ഒരുപാട് ബീറ്റ് ചെയ്യണ്ട. ഇതിനി 2ാമത്തെയോ 3ാമത്തെയോ സ്പീഡിലിട്ടിട്ട് ഏകദേശം 1 മിനിറ്റിനുള്ളിൽ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1 മിനിറ്റിൽ കൂടണ്ട. ഓയിൽ ഈ ബാറ്ററിലൊന്ന് മിക്സായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഓഫ് ചെയ്യാം. ഇനി ഈ ബൗൾ നമുക്കിതിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ച മാവൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഹാൻഡ് ബീറ്റർ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ബാറ്റർ നമുക്ക് ഈ സ്റ്റാൻഡ് മിക്സറിൽ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാ ചെയ്യും പോലെ നമ്മുടെ അരിച്ച് വെച്ച മാവ് ഇട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. റെസിപ്പി വീഡിയോ ഒന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. ഇത് ജസ്റ്റ് ഈ സ്റ്റാൻഡ് മിക്സർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം കാണിക്കുന്നേ ഉള്ളൂ. ഇത് ഇനി സാധാ ചെയ്യും പോലെ തന്നെ ട്രേയിലൊഴിച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇനി സ്റ്റാൻഡ് മിക്സറിൽ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നത് കാണിക്കാം. അതിനായിട്ട് 2 കപ്പ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്പം വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. ക്രീം ബീറ്റ് ചെയ്യുമ്പോഴും ഞാനിത് ഫുൾ സ്പീഡിൽ തന്നെയാണ് ഇടുന്നത്. അതായത് 6ാമത്തെ സ്പീഡിലാണ് ഞാൻ ഇടുന്നത്. ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ക്രീം ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റിനുള്ളിൽ തന്നെ ക്രീം ബീറ്റ് ചെയ്ത് കിട്ടി. ഇനിയും ബീറ്റ് ചെയ്താൽ ക്രീം ഓവർ ബീറ്റായി പോകും. ഇതാണ് നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റിയ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. ഞാൻ ഈ സ്റ്റാൻഡ് മിക്സർ പർച്ചേസ് ചെയ്തത് കേക്ക് മെറ്റീരിയൽസൊക്കെ എടുക്കുന്ന ഒരു കടയിൽ നിന്നാണ്. ഇത് ഞാൻ മേടിച്ചപ്പോൾ 11,856 രൂപയായിരുന്നു. ഓൺലൈനിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു. പിന്നെ
കേക്ക് മെറ്റീരിയലിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. എന്തുകൊണ്ടും നല്ലൊരു സ്റ്റാൻഡ് മിക്സർ തന്നെയാണിത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.